എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ വലിയൊരു ജയന്റിനെ തല്ലിക്കൊന്ന് പൈററ്റ്സുകളുടെയും ആ നേവി ടീംസിന്റെ അറ്റൻഷൻ അത് നേടിയെടുക്കും. ഉടനെ ഒരുപാട് പൈററ്റ്സ് വന്ന് ലൂഫിക്ക് ഗാർഡ്സ് ആയിട്ട് അങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും ഒരുപാട് നേവി സോൾജേഴ്സ് അവരാണെങ്കിൽ റൗണ്ട് ചെയ്ത് ലൂഫിക്കും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പൈററ്റ്സിനും പുറത്തേക്ക് പോകാൻ കഴിയാത്ത വിധത്തിൽ ലോക്ക് ചെയ്ത് നിർത്തും. അടുത്ത നിമിഷം രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടയിടി ഫൈറ്റ്. അത് കാണുമ്പോൾ മെയിൻ പൈററ്റ്സും ലൂഫിയൻ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ അവിടേക്ക് ഓടി വരാണ്. അത് കണ്ട നേവി അഡ്മിറൽസിന് അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അവരും ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ കളത്തിലേക്ക് ഇറങ്ങാണ്. എയ്സ് ആണെങ്കിൽ ഇതൊക്കെ കണ്ട് തലയൊക്കെ ചൊറിഞ്ഞ് ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കാണ്. എനിക്ക് വേണ്ടി ഇത്രയും വലിയൊരു യുദ്ധം, ഒരുപാട് പേര് എനിക്ക് വേണ്ടി അവരുടെ ജീവൻ പോലും പണയപ്പെടുത്താൻ തയ്യാറാവുന്നു. ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ ദൂരത്തായിട്ട് 3 പേര് അവരാണെങ്കിൽ പീരങ്കിയൊക്കെ വെച്ച് ഇപ്പൊ വൈറ്റ് ബീഡിനെ ലക്ഷ്യമാക്കി ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. വൈറ്റ് ബീഡ് സിമ്പിൾ ആയിട്ട് ആളുടെ സ്ക്വാഡ് അങ്ങനെ കറക്കും. അതിൽ നിന്നൊരു പവർ ഫോമായി അവര് 3 പേരും പറന്നു പോവും. ഇവിടെ മെയിൻ നേവി ഓഫീസേഴ്സ് ആണെങ്കിൽ ലൂഫിയെ കത്തിയൊക്കെ വെച്ച് അച്ചരം പൊച്ചരം വിട്ടും. ലൂഫിയുടെ മുടിയും ഡ്രസ്സും ഒക്കെ കീറിയും പൊട്ടിയും മുറിഞ്ഞുമൊക്കെ പോവും. ബ്ലഡൊക്കെ തുളുമ്പി ലൂഫി ആണെങ്കിൽ വീണ്ടും വിട്ടുകൊടുക്കാതെ എയ്സിന് നേരെ ഓടും. ഇവിടെ എയ്സിനാണെങ്കിൽ നിസ്സഹായനായി അതെല്ലാം നോക്കി നിന്ന് കരയാനല്ലാതെ മറ്റൊന്നിനും അവനെ കൊണ്ടിപ്പോ കഴിയില്ല. എയ്സ് കരയുന്നത് കാണുമ്പോ അവന്റെ സെക്കൻഡ് ഡിവിഷനിലുള്ള പൈററ്റ്സ് അവരുടെ നെഞ്ചു പൊടിയും. നമ്മുടെ കമാൻഡറിനെ നമ്മൾ തന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവരും ഇപ്പൊ ഒരുപാട് ആയുധങ്ങളൊക്കെ ആയി പുറത്തേക്ക് ഇറങ്ങും. എയ്സ് ആണെങ്കിൽ അവന്റെ തല അത് തറയിൽ ആഞ്ഞെടുപ്പിക്കും. ലൂഫി ആണെങ്കിൽ എയ്സിന്റെ പേര് വിളിച്ചുകൊണ്ടേയിരിക്കും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ വൈറ്റ് ബീഡ് ആളാണെങ്കിൽ നീ എന്റെ മകനാണ് എയ്സ്, ഉറപ്പായാലും നിന്നെ രക്ഷിക്കുക എന്നുള്ളത് എന്റെ കടമയാണെന്ന് പറയും. രണ്ടും കൽപ്പിച്ച എയ്സ് അവനിപ്പോ നിലവിളിച്ച് പറയും, ഇനിയും എനിക്കിത് കണ്ടുകൊണ്ടിരിക്കാനാവില്ല. എനിക്ക് വേണ്ടി ആരും രക്തം ചിന്താൻ പാടില്ല. ഈ ഒരു വിധി അത് ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കുകയാണ്. ഞാൻ മരിക്കാൻ തയ്യാറാണ്. ദയവ് ചെയ്ത് എന്നെ ഇപ്പൊ തന്നെ കൊല്ലാനായിട്ട് അവൻ നേവിക്കാരോട് പറയും. കാർപ്പാണെങ്കിൽ അത് കേട്ട് തല താഴ്ത്തി നിൽക്കും. പക്ഷെ സെൻഗോക്കു ആണെങ്കിൽ അവൻ പറയുന്നത് മൈൻഡ് പോലും ചെയ്യില്ല. മറ്റൊരു ഭാഗത്ത് ലൂഫി അവനാണെങ്കിൽ അവന്റെ ബോഡി അത് ബലൂൺ പോലെ വീർപ്പിച്ച് അവന് നേരെ വരുന്ന ആ ബുള്ളറ്റ്സ് അത് വന്ന ഭാഗത്തേക്ക് തന്നെ തിരികെ അയക്കും. ലൂഫിയുടെ ഈ പ്രകടനമൊക്കെ കണ്ട് അത്രയും നേരം ബഗ്ഗിയെ പൊക്കിയടിച്ച ആ പൈററ്റ്സ് അവരാണെങ്കിൽ ഈ സ്ഥാനത്ത് ഞങ്ങളുടെ മാസ്റ്റർ ബഗ്ഗിയാണ് വേണ്ടതെന്ന് പറഞ്ഞ് ഇപ്പൊ ബഗ്ഗിയോട് അവിടേക്ക് ഇറങ്ങി ഫൈറ്റ് ചെയ്യാൻ പറയും. അവനാണെങ്കിൽ അത് കേൾക്കുമ്പോ തന്നെ പേടിയാവും. ഉടനെ ഏതോ ഒരുത്തൻ അവന്റെ മൂക്കിനെ വിളിച്ച് കളിയാക്കാൻ തുടങ്ങും. ആരാടാ എന്റെ മൂക്കിനെ വിളിച്ച് കളിയാക്കുന്നതെന്ന് ചോദിച്ച് അവൻ പുറകിലേക്ക് ടേൺ ചെയ്യും. വിളിച്ചത് മറ്റാരുമല്ല, വൈറ്റ് ബീഡ്. വൈറ്റ് ബീഡിന് കാണേണ്ട താമസം ഇപ്പൊ ബഗ്ഗിയുടെ നാവിന്റെ പിരി വെട്ടിപ്പോവും. വൈറ്റ് ബീഡ് പറയും, എനിക്ക് നിന്നെ അറിയാം, നീ ആ ബഗ്ഗിയല്ലേ? കോൾഡി റോജറിന്റെ കപ്പലില് ഒരുപാട് കാലം നീ ഉണ്ടായിരുന്നില്ലേ? ഇന്ന് ഞാൻ നിന്നെ കാണുമ്പോ നീ ഒരു ചെറിയ ചിന്നപ്പയ്യനായിരുന്നു. ബഗ്ഗിക്കാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. വൈറ്റ് ബീഡിന് മുൻപില് അവൻ പെട്ട് നിൽക്കാണ്. ഉറപ്പായാലും വൈറ്റ് ബീഡ് അവനെ കൊല്ലുന്ന വിശ്വാസത്തില് കണ്ണിലൂടെയും മൂക്കിലൂടെയും വെള്ളമൊക്കെ ഒഴുക്കി അവനങ്ങനെ തൊഴുത് നിൽക്കും. പക്ഷെ ബഗ്ഗിയുടെ പൈററ്റ്സ് ആണെങ്കിൽ ഇപ്പൊ വിളിച്ചു പറയും, അദ്ദേഹം ഞങ്ങളുടെ ക്യാപ്റ്റൻ ആണ്, അടുത്ത കിങ് ഓഫ് പൈററ്റ്. നിങ്ങളെ വെല്ലുവിളിക്കാനും ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനുമാണ് അദ്ദേഹം ഇവിടേക്ക് വന്നത്. ബഗ്ഗി ആണെങ്കിൽ ഒരു സെക്കൻഡ് മുഴുവനായിട്ടും തളർന്നു പോവും. അതിനുശേഷം വീണ്ടും അവനും പൈററ്റ്സിനോടൊപ്പം ചേർന്ന് ഇപ്പൊ വൈറ്റ് ബീഡിനെ വെല്ലുവിളിക്കാൻ തുടങ്ങും. വൈറ്റ് ബീഡ് ആണെങ്കിൽ അത് കേട്ട് ചിരിക്കും. ഓക്കെ, നീ എന്നെ കൊന്നു കളഞ്ഞ് ഇനി എന്താ ചെയ്യാൻ പോണേ? നീ ഒന്ന് മുൻപോട്ട് നോക്ക്. അവരെയൊക്കെ നിന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാനോ അവരെ നിനക്ക് തോൽപ്പിക്കാനോ പറ്റുമോ? എനിക്ക് ഉറപ്പുണ്ട് നിന്നെ കൊണ്ടും എന്നെ കൊണ്ടും അവരൊറ്റയ്ക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. സോ ആദ്യം നമ്മൾ പൈററ്റ്സ് ആയതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി നിൽക്കണം. ആ നേവിക്കാരെ മുഴുവൻ തോൽപ്പിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് പരസ്പരം ഏറ്റുമുട്ടാന്ന് പറയും. ബഗ്ഗിക്കാണെങ്കിൽ അവന്റെ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷം. അവനിപ്പോ വൈറ്റ് ബീഡിനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ആളുടെ കൂടെ കൂടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ അഡ്മിറൽസിനെ കാണിക്കും. അവരാണെങ്കിൽ അവരുടെ എന്തോ ഒരു പ്ലാൻ അത് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആർക്കൊക്കെയോ ഇൻഫർമേഷൻ പാസ് ചെയ്യും. വൈറ്റ് ബീഡും ആളുടെ പൈററ്റ്സിന് ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ തുടങ്ങും. വൈറ്റ് ബീഡിന് പിടികിട്ടും അവര് മറ്റെന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈറ്റ് ബീഡ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് നേവി ഷിപ്പുകൾ അത് അറ്റാക്ക് ചെയ്യാൻ പറയും. പക്ഷെ അപ്പോഴും വൈറ്റ് ബീഡ് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് എന്തായിരിക്കും നേവിയുടെ പ്ലാന് എന്നങ്ങനെ കൂലങ്കക്ഷമായിട്ട് ചിന്തിച്ചു നിൽക്കും. പൈററ്റ്സ് ടീമും ആ നേവി ടീമും അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇവാൻ അവനാണെങ്കിൽ ലൂഫിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവന്റെ അടുത്തേക്ക് ചാടി വീഴും. അവന്റെ എൻട്രിയിൽ തന്നെ ഒരു കൂട്ടം നേവി സോൾജേഴ്സിനെ അവൻ ചവിട്ടി തെറിപ്പിക്കും. ഇവാന്റെ തൊട്ടുപുറകെ ഇപ്പൊ ജിംബയും അവിടേക്ക് വന്ന് ലൂഫി കേസിന്റെ അടുത്തേക്ക് എത്താനുള്ള വഴി ഒരുക്കാണ്. അവര് മാർഗമധ്യയുള്ള എല്ലാ നേവിക്കാരെയും തല്ലി കൊല്ലും.
ലൂഫി, ജിംബൈ, ഇവാൻ ഇങ്ങനെ 3 പ്രബല ശക്തികൾക്ക് മുൻപിൽ നേവിക്കാർക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ലൂഫി ആണെങ്കിൽ മുൻപോട്ടേക്ക് ഓടും, പക്ഷെ ഒരുപാട് നേവി സോൾജേഴ്സ് അവനെ ലക്ഷ്യം വെച്ച് പുറകിലേക്ക് പിടിച്ചു വലിക്കും. ഉടനെ ഗഗ്ഗോമുറി ആണെങ്കിൽ ലൂഫിയെ ലക്ഷ്യം വെച്ച് അവന്റെ അടുത്തേക്ക് വരും. ആക്ച്വലി ഒരുപാട് കാലമായി ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഒരു തവണ നീ എന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി, ഇപ്പൊ വീണ്ടും നീ എന്റെ കയ്യിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഓറിന്റെ ആ ജൈന്റ് ബോഡി അതെന്റെ കയ്യിലുണ്ട്. ഷാഡോ കൂടെ കിട്ടിയ അത് സെറ്റാണെന്ന് പറയുമ്പോഴേക്കും ജിംബൈ ആണെങ്കിൽ അവനെ നേരിടാൻ മുൻപോട്ടേക്ക് കയറി വരും. ആ ഗ്യാപ്പിൽ ലൂഫി അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിച്ച് മുൻപോട്ടേക്ക് ഓടുകയാണ്. ഇപ്പൊ ജിംബയും ഗഗ്ഗോമുറിയും അവർ രണ്ടുപേരും അങ്ങനെ പരസ്പരം നോക്കി മൊരച്ച് നിൽക്കുകയാണ്. ഇവർ രണ്ടുപേരും വയർലോഡ്സ് ആണ്. ഗഗ്ഗോമുറിയെ ക്യാഷ്വലായിട്ട് പറയും, എന്റെ അടുത്ത് ഒരുപാട് മോൺസ്റ്റേഴ്സ് ഉണ്ട്, അവര് വന്ന് നിന്നെ അറഞ്ചം പൊറഞ്ചം വലിച്ചു കീറും. ജിംബൈ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ആ ഗഗ്ഗോമുറിയ അവനാണെങ്കിൽ ഒരുപാട് നേവി സോൾജേഴ്സിന്റെ ഷാഡോസ് അതിപ്പോ അങ്ങനെ അബ്സോർബ് ചെയ്തെടുത്ത് അവന്റെ ബോഡി അതങ്ങനെ ജോയിന്റ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജിംബൈക്കാണെങ്കിൽ അപ്പോഴും യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടാവില്ല. ഉടനെ ജിംബൈ, നിനക്ക് കുറച്ചെങ്കിലും നാണമോ അഭിമാനമോ ഉണ്ടോ? സ്വന്തം പവർ ഉപയോഗിച്ച് വേണം ഫൈറ്റ് ചെയ്യാൻ. മറ്റുള്ളവരുടെ പവർ എടുത്ത് അത് സ്വന്തം പവറാണെന്ന് പറയാൻ നിനക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ? അതിനവനാണെങ്കിൽ ഒരു നാണവും മാനവും ഇല്ലാതെ ഇപ്പോ വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് അറ്റാക്ക് ചെയ്യാൻ റെഡിയായി കഴിഞ്ഞു. നിന്റെ ഷാഡോയും ഞാൻ അബ്സോർബ് ചെയ്തെടുക്കുമെന്ന് പറഞ്ഞ് അവനിപ്പോ കയ്യിലുള്ള സ്ക്വാഡ് വെച്ച് ജിംബൈക്ക് നേരെ അങ്ങനെ ആഞ്ഞു വീശും. ജിംബൈ നൈസായിട്ട് ഒന്ന് കുനിയും. സോ ആ ഒരു അറ്റാക്ക് അവന്റെ ബോഡിയിൽ വീടില്ല. പക്ഷെ ഗഗ്ഗോമുറി ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ അവന്റെ അടുത്ത സ്ക്വാഡ് എടുത്ത് വീണ്ടും ആഞ്ഞു വീശും. അത്തവണയും ജിംബൈ കുറച്ചുകൂടെ താഴേക്ക് കുനിയും. ഗഗ്ഗോമുറി അടുത്ത അറ്റാക്കിന് തയ്യാറാവുമ്പോഴേക്കും ജിംബൈ ആളങ്ങനെ എടുത്തു ചാടി അവന്റെ നെഞ്ചിൽ തന്നെ ആഞ്ഞൊരു ചവിട്ട് ഇടുത്തി പോലെ ആ ഒരു ചവിട്ട് വീണ് അവൻ അബ്സോർബ് ചെയ്തെടുത്ത ഷാഡോസ് മുഴുവൻ പുറത്തേക്ക് പോവും. അണ്ടിപോയ അണ്ണാനെ പോലുള്ള അവന്റെ നിപ്പ് കണ്ട് ചിരി വരും. എന്തുപറ്റി? നീ അബ്സോർബ് ചെയ്തെടുത്ത ഷാഡോസ് അത് മുഴുവൻ നിനക്ക് നഷ്ടപ്പെട്ടു പോയോ? കുഴപ്പമില്ല, ഇനിയും പോയി നീ അബ്സോർബ് ചെയ്തിട്ട് വായോ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ടഷിക്കയെയും സ്മോക്കറിനെയും കാണിക്കും. അവരുടെ രണ്ടുപേരുടെ ലക്ഷ്യം ലൂഫിയെ പിടിക്കുക എന്നത് മാത്രമാണ്. ലൂഫി ഓടി വരുന്നത് കണ്ട സ്മോക്കർ അവൻ എടുത്ത് ചാടി വന്ന് അവന്റെ കയ്യിലുള്ള റാഡ് ഉപയോഗിച്ച് ലൂഫിയെ ആഞ്ഞടിക്കും. ആ ഒരു അടിയില് ലൂഫി തെറിച്ചു പോയി വീഴാണ്. അവനാണെങ്കിൽ ഭയങ്കര വേദന. ഉടനെ ലൂഫി അവനാണെങ്കിൽ ഇപ്പൊ സ്മോക്കറിന്റെ കയ്യിലുള്ള ആയുധം അത് ശ്രദ്ധിക്കും. അതിന്റെ ഏറ്റവും അറ്റത്തായി സീ പ്രിസൺ സ്റ്റോണ് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു അടിയില് അവൻ ഒരുപാട് വേദന എടുത്തത്. ഇവാനാണെങ്കിൽ ആ കൂമയ്ക്ക് മുൻപിൽ പെട്ട് നിൽക്കാണ്. അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയടി ബഹളം. ലൂഫി അവന്റെ കൈ ചുരുട്ടി ഇപ്പൊ അറഞ്ചം പൊറഞ്ചം സ്മോക്കറിനെ ഇടിക്കും. സ്മോക്കർ ആണെങ്കിൽ ഓൾറെഡി പുകയായി മാറാനുള്ള കഴിവുണ്ട്. അവൻ പുകയായി മാറിക്കൊണ്ട് മുകളിലേക്ക് പോവും. ടഷിക്കയാണെങ്കിൽ ആ ഗ്യാപ്പില് ലൂഫി ഇടിക്കാൻ ചാടി വരും. പക്ഷെ ഞൊടിയിടയിൽ ലൂഫി അവൻ സ്മോക്കറിന്റെ പിന്നാലെ പോയി അവനെ അറഞ്ചം പൊറഞ്ചം ഇടിച്ച് മുഴുവനായിട്ടും പുകയാക്കി മാറ്റും. ലൂഫി ചുറ്റും നോക്കും, സ്മോക്കറിന്റെ പൊടി പോലും ഇല്ല. അപ്പോഴായിരിക്കും സ്മോക്കർ അവൻ കറങ്ങി വന്ന് അവന്റെ കയ്യിലുള്ള ആയുധം അത് ലൂഫിയുടെ കഴുത്തിൽ അങ്ങനെ കുത്തി നിലത്ത് അടിച്ചു കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യിപ്പിക്കും. ലൂഫിക്കാണെങ്കിൽ ആ റാഡ് അത് എടുത്തു മാറ്റാനായിട്ട് പറ്റില്ല. അവൻ എന്നെ വിട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബഹളം വെക്കും. കഴിഞ്ഞ തവണ ലൂഫിയെ ഡ്രാഗൻ രക്ഷിച്ചു, പക്ഷെ ഇത്തവണ നിന്നെ ആര് രക്ഷിക്കില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ആ റാഡ് ഉപയോഗിച്ച് അവന്റെ കഴുത്ത് ഞെരിക്കും. അടുത്ത നിമിഷം വീഴാണ് ഒരു ചവിട്ട് സ്മോക്കറിന്റെ കഴുത്തില്. അത് മറ്റാരുമല്ല, നമ്മുടെ പ്രിൻസസ്. അവൻ വണ്ടടിച്ച്, നിനക്ക് എന്തു പറ്റി? നീ എന്തായി ചെയ്യണേ? നീ ഒരു വാരലോടല്ലേ? അതിന് അവള് പറയും, ഞാൻ എന്തൊക്കെയാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ ദേഹത്ത് കൈവെക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. ലൂഫി ആണെങ്കിൽ പ്രിൻസസിന്റെ പേര് വിളിക്കും. ഉടനെ അവൾ അനുരാഗ ചിത്തയായി അവനെ നോക്കും. അതേസമയം ഇവാനും കൂമയും ഒരു മണിക്കൂറുകളായി നിർത്താതെ ഫൈറ്റ് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ആ ഡോഫ്ലമിംഗോ അവൻ ഇവാനോട് പറയുക, നീ ഇപ്പൊ സംസാരിക്കുന്നതും ഫൈറ്റ് ചെയ്യുന്നതും യഥാർത്ഥ കൂമയോടല്ല, അതൊരു സ്പൈബോർഗാണ്. അവനുമായിട്ടാണ് നീ ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്നത്. റിയൽ കൂമ അവൻ കൊല്ലപ്പെട്ടു. അത് കേട്ട് ഇവാൻ ഷോക്കാവും. കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.